ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 226 പോയിന്റും S&P 44 പോയിന്റും നസ്ഡാക്ക് 175 പോയിന്റും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 51 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷാണ്. രണ്ട് സൈഡിലോട്ടും ഇന്നലെ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്ത് നേരെ മുകളിലോട്ട് പോയെങ്കിലും പിന്നെ ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒരു ബെയറിഷായിട്ട് മാർക്കറ്റ് വലിയൊരു ഏകദേശം ഒരു 100-150 പോയിൻറ്റോളം താഴോട്ട് മാർക്കറ്റ് വീണിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടാമത്തെ സെഷനിലുള്ള ആ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സെല്ലിംഗ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡാണ്. ഓൾറെഡി മാർക്കറ്റ് ബെയറിഷ് ട്രെൻഡാണ്. ബോട്ടത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ഒരു ചെറിയൊരു വീഴ്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു ബോട്ടത്തിൽ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് എടുത്ത് നിൽക്കുകയാണ്. പക്ഷേ മാർക്കറ്റ് ഇപ്പം ഒരു റിവേഴ്സ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് റിവേഴ്സായി പിന്നെ വീണ്ടും താഴോട്ട് മാർക്കറ്റ് വന്നു. ഹയർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട് ഇല്ലേ അടുത്ത്. അപ്പം ഇതിൻ്റെ ഒരു ലോവർ ലോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ ലോവർ ലോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബെയറിഷിനുള്ള സാധ്യതയുള്ളൂ. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലുള്ള പുൾ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടൊരു വീഴ്ച വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് കൊടുത്തു, പിന്നെ വീണ്ടും താഴോട്ട് വന്നു, ഇവിടെ നിന്ന് വീണ്ടും ഒരു ഹൈ എടുത്തു, വീണ്ടും താഴോട്ട് വന്നു. ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഇന്നലെ. അവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെ താഴോട്ട് വന്നത്. ഇവിടുത്തെ ഈ ഒരു സെനാരിയോ വെച്ചിട്ട് ഇവിടെ മാർക്കറ്റ് താഴോട്ട് വരാൻ സമയത്ത് ചെറിയൊരു പുൾ ബാക്ക് കൊടുത്താണ് വന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ടൊരു പുൾ ബാക്ക് കൊടുത്തു. അപ്പോൾ മാർക്കറ്റ് അടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ലോ കട്ട് ചെയ്ത് താഴോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമേ വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചതുപോലെ മുകളിലോട്ട് കയറുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ചെറിയൊരു പുൾ ബാക്ക് ആയിരിക്കും താഴോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയ്ക്ക് താഴെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇതിന് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയെന്ന് പറയാൻ പറ്റും. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ട് നിലവിലുള്ള ലോയ്ക്ക് താഴെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മിക്കവാറും മുകളിലോട്ടുള്ളൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. നിലവിലുള്ള ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറയുന്നത് 550 ആണ്. 550 താഴോട്ട് ബ്രേക്കൗട്ട് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ മാർക്കറ്റ് വലിയൊരു വീഴ്ചയിലോട്ട് പോകുമായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്താണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് താഴോട്ട് വീണതെങ്കിലും അവസാനത്തെ ഒരു മണിക്കൂറോളം വീണ്ടും ഈ ഭാഗത്ത് മാർക്കറ്റ് വീണ്ടും സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ ഒരു വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രെൻഡാണ്. അപ്പോൾ രാവിലെ മാർക്കറ്റ് എന്തായാലും ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പ്രീവിയസ് ഈ ഒരു ലോയും കട്ട് ചെയ്ത് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് മാർക്കറ്റ് സ്പോട്ടിൽ തന്നെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് റിക്കവർ ചെയ്ത് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ ഇന്നോ നാളെയോ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം.
24,485 ഈ ഒരു ലോ. 468, 470. ഇതിന് താഴോട്ട് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതിന് താഴെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 470, 480 താഴോട്ട് 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിന് താഴോട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് താഴോട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് 470 ഈ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് നിന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 340. ഇവിടെ ഇതുവരേക്കും മാർക്കറ്റ് ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പുതിയൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ലെവൽ കൃത്യമായിട്ട് നോക്കുക. 470, 480 ഏരിയ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സസ്റ്റെയിൻ ചെയ്ത ആ ഒരു ഏരിയ മാർക്കറ്റ് മിക്കവാറും ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24 650, 24 650 15 മിനിറ്റ്സിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. ഇവിടെ നിന്ന് 15 മിനിറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൊരു പുതിയൊരു ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് കയറി വരും. 800, 24 800 വരയ്ക്കും മാർക്കറ്റ് കയറി പുതിയ ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ രണ്ട് ലെവൽസാണ്. മുകളിലോട്ട് 24 650 താഴോട്ട് 24 470 480 ഏരിയ. ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഒരു സൈഡ് വേസിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഈ രണ്ട് റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ചിലപ്പം ഇന്ന് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസത്തെ റേഞ്ച് എന്ന് പറയുന്നത് 24 650 24 470 ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 24,800 പുതിയ ഹയർ ഹൈയും താഴോട്ട് പുതിയൊരു ലോവർ ലോ 24 470 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ലോവർ ലോയും. എങ്ങോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും ഒന്നുകിൽ ഹയർ ഹൈ ഫോം ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ലോവർ ലോ ഫോം ചെയ്യും. നമുക്ക് ഇന്നലത്തെ ഡേറ്റയിലോട്ട് പോവാം. ഇന്നലെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്കൊക്കെ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിരുന്നു. ഏകദേശം FIS 1159 കോടിക്ക് സെല്ല് ചെയ്തപ്പോഴത്തേക്കും DIS 2550 കോടിക്ക് ബൈ ചെയ്തു. ക്ലൈൻറ്റ് സ്ട്രോങ് ബുള്ളിഷാണ് എല്ലാ സെഗ്മെൻറ്റിലും. ഇന്നലെ സ്ട്രോങ് ബെയറിഷ് ആയിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സാണ്. സ്റ്റോക്കിൽ FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലെല്ലാം ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സിലാണ് ഇന്നലെ സെല്ലിംഗ് നടന്നിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറും എന്ന് പറയുന്നത് സ്റ്റോക്കായിരുന്നാലും ശരി, ബാക്കി പ്രൊവൈഡറും ക്ലയൻറ്റിൻ്റെയൊക്കെ ഫ്യൂച്ചേഴ്സും സ്റ്റോക്കിൻ്റെതും ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസും എല്ലാം ബുള്ളിഷ് ആയിരുന്നു. FIS ആണ് ഇന്നലെ ഫുള്ള് സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എക്സ്പയറി ആണ്, ഡേറ്റ നോക്കുന്നില്ല. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോകാം. ഇന്ന് ലെവൽസ് ഞാൻ 2 ലെവൽസേ വരച്ചിട്ടുള്ളൂ.
ഇന്നലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു. ഈ ഒരു ലെവൽ 24,681, 695 മാർക്കറ്റ് ടൈമിൽ വരച്ചതാണ്. ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ വരച്ചിട്ടുള്ള മുകളിലത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസിൽ നിന്നാണ്, അവിടെയാണ് ഏകദേശം 2 മണിക്കൂറോളം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഒരു ഫോള് വന്നത്. CPRലാണ് സപ്പോർട്ട് എടുത്ത് നിന്നിട്ടുള്ളത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടെ എന്ന് പറയുന്നത് പ്രീവിയസ് ഒരു വെർജിൻ CPR ഈ ഭാഗത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ 2 ലെവൽസേ ഉള്ളൂ. 24,623, 24,644 മുകളിലോട്ടുള്ള ലെവലും താഴോട്ടുള്ളത് 24,483, 24,504. മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CPR വരയ്ക്കും. ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിലോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിലോ നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ മാതിരി ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ 2 റേഞ്ചും നോക്കുക. 2 റേഞ്ച് എങ്ങോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും പുതിയൊരു ലോവർ ലോയോ പുതിയൊരു ഹയർ ഹൈയോ ഫോം ചെയ്യും. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ആ സമയത്ത് പുതിയ ലെവൽസ് തരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ലൈവ് അപ്ഡേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.